ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ തസ്കിയത്ത് മീറ്റ് സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ഇർതഹലത്തി ദുനിയ മുദ്ബിറതൻ വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബിറതൻ വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ വകുൻ മിൻ അബ്നാഇൽ ആഖിറ വലാ തകുൻ മിൻ അബ്നാഇദ് ദുനിയ ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബുൻ വഗദൻ ഹിസാബുൻ വലാ അമലുൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അവനിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയും പരലോകം അവനിലേക്ക് ആസന്നമായി കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇവ രണ്ടിൻ്റെയും ആളുകൾ ദുനിയാവിലുണ്ട്. പരലോകത്തിന് പ്രാധാന്യവും പരിഗണനയും കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരും ദുനിയാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നവരും ഈ ലോകത്തുണ്ട്. വക്കുൻ മിൻ അബ്നാഇൽ ആഖിറ, പരലോകത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകണം. വലാ തകുൻ മിൻ അബ്നാഇദ് ദുനിയ, ദുനിയാവിനെ വല്ലാതെ മോഹിക്കുന്നവരുടെ, ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകരുത്. അൽ യൗമ അമലുൻ വലാ ഹിസാബുൻ, ഈ ദുനിയാവ് പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള സമയമാണ്, അതിനുള്ള അവസരമാണ്. ഇന്ന് നിങ്ങൾക്ക് വിചാരണയില്ല. എന്നാൽ നാളെയുടെ അവസ്ഥ എന്താണ് അറിയോ? ഫഗദൻ ഹിസാബുൻ വലാ അമലുൻ, അന്ന് വിചാരണയേ ഉള്ളൂ. അന്ന് നിങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള ഒരു അവസരവും ഇല്ല തന്നെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ ദുനിയാവിൽ ജീവിച്ച് ഏകദേശം ഒരു പകുതിയോളമൊക്കെ പ്രായമായിട്ടുണ്ടാകും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ മാബൈന സിത്തീന വസബഈൻ എന്നുള്ളതാണ്. 60ൻ്റെയും 70ൻ്റെയും ഒക്കെ ഇടയ്ക്ക് കുഴിമന്തിയും ഷവർമയും അറേബ്യൻ വിഭവങ്ങളും ചൈനീസ് ഫുഡും സോഫ്റ്റ് ഡ്രിങ്കുകളും കഴിക്കുന്ന നമുക്ക് അത് തന്നെ കിട്ടുമോ എന്നുള്ളത് കണ്ടറിയാം. നമുക്കറിയൂല, ഉറപ്പൊന്നുമില്ല. ഇനി അങ്ങനെ കിട്ടിയാൽ തന്നെ 35 വയസ്സൊക്കെ നമ്മളിൽ പല ആളുകളും പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ജീവിതം, അതിൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, ഇത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നോക്കി വിനിയോഗിച്ചാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കൈകളിലൂടെ ഒരു കവറ് അതിൽ പാസ് ചെയ്തല്ലോ. അപ്പം ഞാൻ ആ റൂമിൽ നിന്നാണ് വരുന്നത്. കുറച്ച് കവറുകളൊക്കെ അപ്പോൾ അവിടെ എത്തിയിരുന്നു. അവർ എണ്ണലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കണ്ണിൽ കണ്ടത് ഞാൻ പറയാം. ചില കവറുകളിലൊക്കെ ആ പഴയ 10 രൂപ വീണ്ടും വന്നിട്ടുണ്ട്. ചില കവറുകളിലൊക്കെ ആ പഴയ 10 രൂപ വീണ്ടും വന്നിട്ടുണ്ട്. 10 രൂപയെ കളിയാക്കുക എന്ന് വിചാരിക്കരുത്. പക്ഷേ നമ്മുടെയൊക്കെ സ്വതക്കയിലുള്ള ആവേശവും മത്സരവും കാണുമ്പോഴേ ഖുർആനിലോ ഹദീസിലോ എവിടെയൊക്കെയോ 10 രൂപയുടെ പ്രാധാന്യം വല്ലാതെ വിശദീകരിച്ചതായി സംശയം തോന്നും. സ്വഹീഹുൽ ബുഖാരിയുടെ അല്ലെങ്കിൽ സ്വഹീഹ് മുസ്ലിമിന്റെ ഒരൊറ്റ ബാബിലും സ്വതക്കയെ പറ്റി പറഞ്ഞപ്പോ അശറയുടെ പ്രാധാന്യം പറഞ്ഞിട്ടില്ല. ഖുർആനിലെവിടെയും 10 രൂപയുടെ പ്രാധാന്യം വിശദീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ റെസിപ്റ്റുമായി വന്നാലും അത് കെയർ ഹോമോ എബിലിറ്റിയോ സംഘടന അതിനേക്കാൾ വലിയൊരു സ്ഥാപനത്തിന്റെ പ്രൊജക്ട് മുമ്പിൽ അവതരിപ്പിച്ചാലും എൻ്റെ പോക്കറ്റിൽ നിന്ന് 10 അല്ലാതെ അനങ്ങൂല എന്നുള്ള ദുശ്ശാഠ്യമുണ്ടല്ലോ, അത് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് 1000 കൊടുത്തവരായിരിക്കാം ആ 10 രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അള്ളാഹു ആ 10ഉം സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ശരിക്കാലോചിക്കണം. ഈ ദുനിയാവിലേക്ക് വന്ന് ജനിച്ച് ഭൂജാതരായപ്പോൾ നമ്മൾ അന്ന് ഹോസ്പിറ്റലിൽ മൂത്രമൊഴിക്കാതിരിക്കാനുള്ള പാമ്പേഴ്സ് പോലും നമ്മളാരും കൊണ്ടുവന്നിട്ടില്ല. ഒന്നുമില്ല. കൈവീശിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന നമ്മൾ വെറും കൈയോടെ
ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകേണ്ട നമ്മൾ ഒന്നും കൊണ്ടുപോകാനില്ല. ഇനി നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തിന്റെ അഹ്ലുകാർ പിന്നെ അത് നമ്മുടെ മക്കളാണ്, അവരുടെ മക്കളാണ്, പേരമക്കളും, അങ്ങനെ അങ്ങനെ പോകും. നമുക്കെന്തു കിട്ടി? നമ്മൾ കൊടുത്ത് നേടിയത് കിട്ടി, കഴിച്ചത് കിട്ടി, ധരിച്ചത് കിട്ടി. ഇതാണ് സമ്പത്തിനെ വിശദീകരിച്ചപ്പോൾ നമ്മളെ പഠിപ്പിച്ചത്. തിന്നത് കിട്ടി, ധരിച്ചത് ഉടുത്തത് കിട്ടി, കൊടുത്ത് നേടിയതും കിട്ടി. കൊടുത്ത് നേടിയതിൽ എന്തുണ്ടാവും ബാക്കി? ഇങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള ആവേശം എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇത് അള്ളാഹുവിനോടുള്ള വെല്ലുവിളിയാണ്, അള്ളാഹുവിനോടുള്ള വെല്ലുവിളിയാണ്. ശരിക്കാലോചിച്ച് നോക്കുക. നമ്മുടെ പള്ളികളെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. നമ്മളൊക്കെ ആഴ്ചതോറും വെള്ളിയാഴ്ച പങ്കെടുക്കുന്ന നമ്മുടെ മഹല്ലുകളിൽ നിങ്ങൾ ഒരു 20 വർഷം ബാക്കിലേക്ക് പോവോ? 20 വർഷം ബാക്കിലേക്ക്, 2000 എന്ന വർഷത്തിൽ ആ പള്ളിയിൽ ഒരു ബക്കറ്റ് കളക്ഷൻ നടന്നാൽ ആ ബക്കറ്റിൽ കൂടുതലായി കണ്ടിരുന്ന നോട്ടുകൾ 10 രൂപയായിരുന്നു. 10 രൂപയായിരുന്നു. 5 വർഷം മുന്നോട്ട് പോയാൽ 2005 നിങ്ങളെത്തിയാൽ അതേ പള്ളിയിൽ ഒരു ബക്കറ്റ് കളക്ഷൻ എടുത്താൽ ആ ബക്കറ്റുകളിലും കാണുന്ന കൂടുതൽ നോട്ടുകൾ 10 രൂപയാണ്. 2010 എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോ 1-2 സെക്കൻഡ് സമയമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ 10 വർഷമാണ് മുമ്പിലേക്ക് കാലചക്രം നീങ്ങിയത്. അന്നും നമ്മുടെ പള്ളികളിൽ ആ പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടി കളക്ഷൻ എടുത്തപ്പോൾ ആ ബക്കറ്റിലും വന്നു വീണ നോട്ടുകളിൽ അധികവും 10 രൂപയുടെ നോട്ടുകളായിരുന്നു. 2015-ലും 2020-ലും മാറ്റമുണ്ടായിട്ടില്ല, ഒരു മാറ്റവും ഇല്ല. 2024 കഴിഞ്ഞ വർഷം ഏതെങ്കിലും ഒരാഴ്ച നിങ്ങളുടെ മഹല്ലിൽ, അരീക്കോട് വേണമെന്നില്ല, മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു മഹല്ലിൽ ഒരു ബക്കറ്റ് കളക്ഷൻ എടുക്കുമ്പോ പള്ളി ഭാരവാഹികളുടെ കൂടെ അത് എണ്ണാനോ അതിലേക്കൊന്ന് നോക്കാനോ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ബക്കറ്റിലും കൂടുതൽ കാണുന്ന നോട്ടുകൾ 10 രൂപയാണ്. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, വലിയ മാറ്റം ചിലപ്പോൾ നമ്മളിലൊക്കെ ഉണ്ടായേക്കാം. ആ 10കൾ അവിടെ ആവർത്തിക്കാതിരിക്കട്ടെ. നമ്മുടെ മഹല്ലുകളിലും ആ 10കൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. ഒരു ചായ കുടിക്കാൻ പ്രിയപ്പെട്ടവരെ ഷോപ്പുകളിൽ ബോർഡ് തൂങ്ങിയിട്ടുണ്ട്, 10ന് ചായ ഇല്ല, ഇനി 12 രൂപയാണ്. ചായയുടെ കൂടെ കടിയെടുത്താൽ 25 രൂപയാണ്. അഥവാ ആരെങ്കിലും സലാം പറഞ്ഞ് കൂടെ ഇരുന്നാൽ പുറത്തിറങ്ങുമ്പോൾ ബില്ല് കൊടുക്കേണ്ടത് 50 രൂപയാണ്. ഒരു നേരത്തെ ചായക്ക് ഒരു കൂട്ടുകാരന്റെ ബില്ലടക്കുമ്പോൾ 50 അടച്ചു പോരുന്ന നമ്മൾ അള്ളാഹുവിന്റെ ഭവനത്തിന്, പള്ളിക്ക് പ്രാധാന്യമറിയുന്ന മുജാഹിദുകളായ നമ്മൾ കൊടുക്കുകയാണ് 10 രൂപ. എന്നിട്ടൊരു ഇറങ്ങലുണ്ട്, കോളറൊക്കെ വെക്കി തുണിയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്തിട്ട് ബക്കറ്റിൽ 10 രൂപ ഇട്ട ആവേശത്തിൽ സ്വതക്ക ചെയ്ത ആത്മാർത്ഥതയിൽ പള്ളിയിൽ നിന്നുള്ളൊരു വരവുണ്ട്. കണ്ട ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്യാൻ തോന്നും. പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് 10 രൂപയിൽ അള്ളാഹുവിനെ കളിയാക്കാതിരിക്കുക, അള്ളാഹുവിനെ കളിയാക്കാതിരിക്കുക. എന്താണ് നമ്മുടെയൊക്കെ ജീവിത നിലവാരം? 20 വർഷം മുമ്പുള്ള വീടിന്റെ അവസ്ഥയല്ല നമ്മുടെ വീടുകളിലുള്ളത്. 20 വർഷം മുമ്പുള്ള വാഹനമല്ല നമ്മൾ വാഹനമായി ഉപയോഗിക്കുന്നത്. 20 വർഷം മുമ്പുള്ള വസ്ത്രങ്ങളല്ല നമ്മൾ വസ്ത്രങ്ങളായി ഉപയോഗിക്കുന്നത്. 20 വർഷം മുമ്പ് ഷവർമ കഴിച്ച എത്ര ആളുകളുണ്ട് ഈ സദസ്സിൽ? 20 വർഷം മുമ്പ് കുഴിമന്തി കഴിച്ച എത്ര ആളുകളുണ്ട് ഈ സദസ്സിൽ? 20 വർഷം മുമ്പ് അറേബ്യൻ വിഭവങ്ങളുടെ ടേസ്റ്റ് അറിഞ്ഞ എത്ര ആളുകളുണ്ട് ഈ സദസ്സിൽ? പിസ്താഷിയോ, കുനാഫയും ചോക്ലേറ്റ് ബോംബും ഇങ്ങനെയൊക്കെയുള്ള പദാർത്ഥങ്ങളെ, വിഭവങ്ങളുടെ രുചിയറിഞ്ഞ എത്ര ആളുകളുണ്ട്? 100കൾ, 500കൾ, 1000ങ്ങൾ അവിടെയൊക്കെ ചെലവഴിക്കാൻ ഒരു മടിയുമില്ലാത്ത നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ പേരിൽ അവന്റെ ഭവനങ്ങൾക്ക്, ദീനിയായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് ഒരു വിശാലമായ ഓഡിറ്റോറിയത്തിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തസ്കിയത്ത് സംഗമത്തിന്റെ പിരിവിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ കവർ തന്നപ്പോ എങ്ങനെയാണ് അതിൽ 10 രൂപ നിക്ഷേപിക്കാൻ നമുക്ക് സാധ്യമാകുന്നത് എന്ന് ആലോചിച്ച്, നന്നായി ആലോചിക്കുക. പറ്റുമെങ്കിൽ ഇന്ന് ഉറക്കം ഒഴിവാക്കിയിട്ട് ആലോചിക്കുക. ദയവ് ചെയ്ത് അങ്ങനെയുള്ള 10കൾ ബക്കറ്റുകളിൽ വിടരുത്. സാധുക്കളായ ആളുകളുടെ കാര്യം പോട്ടെ പ്രിയപ്പെട്ടവരെ. ഇത് കാറിൽ വന്നിറങ്ങി അല്ലെങ്കിൽ അതിന് പെട്രോൾ അടിക്കുന്ന, ദിവസവും മുന്തിയ ഭക്ഷണം കഴിക്കുന്ന, പൊരിക്കടിയില്ലാതെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു റഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖ്, ഒരു നരമ്പ് നനയാതെ, ആ നരമ്പ് നനയണമെന്നുണ്ടെങ്കിൽ 2-3 ജ്യൂസുകൾ തീൻമേശയിൽ കാണണമെന്ന് ശാഠ്യം പിടിക്കുന്ന അങ്ങനെയുള്ള മുജാഹിദുകളാണ് ബക്കറ്റുകളിലേക്ക് 10 രൂപ ഇടുന്നത് എന്നുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നത് സംഘടനയെയല്ല, വെല്ലുവിളിക്കുന്നത് ISM-നെയല്ല, വെല്ലുവിളിക്കുന്നത് അള്ളാഹുവിനെയാണ്.
എന്ന ബോധമുണ്ടാകണം. അങ്ങനെയുള്ള നമ്മളാണ് സകുടുംബം സ്വർഗത്തിലേക്ക് കിനാവ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്താണെന്നറിയോ? നമ്മൾ തസ്കിയത്ത് സംഗമത്തിലുണ്ട്, നമ്മൾ പള്ളികളിലുണ്ട്, നമ്മൾ തറാവീഹിലുണ്ട്, നമ്മൾ ആത്മാർത്ഥമായി നോമ്പ് നോൽക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ നമ്മുടെ പിന്നിൽ അണിനിരക്കേണ്ടതുമുണ്ട്. അതിനെന്തു ചെയ്യണം? മാതൃകകൾ വാപ്പയിൽ നിന്ന് പഠിക്കണം, വാപ്പയിൽ നിന്ന് പഠിക്കണം. വീട്ടുകളിലേക്ക് റെസിപ്റ്റുമായി, കെയർ ഹോമുമായി, എബിലിറ്റിയുമായി, ഷബാബുമായി, പുടവയുമായി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ നെറ്റി ചുളിയുന്നതാണ് നമ്മുടെ മക്കൾ കാണുന്നത് എങ്കിൽ ഭാവിയിൽ 10 വർഷങ്ങൾക്കപ്പുറത്തെ ഷബാബ് ചേർക്കാൻ ചെല്ലുമ്പോ മകനും നെറ്റി ചുളിക്കും. ISM-ന്റെ തസ്കിയത്തിന്റെ ഫണ്ടിന് റെസിപ്റ്റുമായിട്ട് വരുമ്പോ, KNM മർക്കസുദ്ദഅവയുടെ ദഅവാ ഫണ്ടുമായി വരുമ്പോ ആ മകൻ വാപ്പ ചുളിച്ച നെറ്റിയുടെ ചുളിവിനേക്കാൾ ഒരു ചുളിവ് അധികം വെച്ചുകൊണ്ട് മകനും ചുളിക്കും. കാണേണ്ടതും മാതൃകയാക്കേണ്ടതും നമ്മളെയാണ്. ഇഷ്ടത്തോടെ ഇവരെ സ്വീകരിക്കുന്ന നമ്മുടെ മക്കൾ കാണണം. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അഫാനുമാരും അതുപോലെയുള്ള യുവാക്കളും ആവർത്തിക്കുന്നത് മാത്രം ലജ്ജയോടെ കണ്ണീരോടെ നോക്കി നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. മാതൃകകൾ അതിനു മുമ്പിൽ നിൽക്കേണ്ടത് നമ്മളാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലുള്ള സർവ്വ ഹസനാത്തുകളും ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. പരലോകത്തെ ഹസനാത്ത് അഥവാ സ്വർഗവും ഞങ്ങൾക്ക് നൽകണമേ നാഥ. അതല്ലെങ്കിൽ ഞങ്ങളെ കാത്തിരിക്കുന്നത് നരകാഗ്നിയാണ്, അത് ഞങ്ങൾക്ക് വേണ്ട. വഖിന അദാബന്നാർ. പടച്ചോനെ, ആ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഈ പ്രാർത്ഥന ഒന്നുകൂടെ ആലോചിച്ചു നോക്കുമ്പോ ഒന്നാമത്തെ ഭാഗം ദുനിയാവിലെ ഹസനാത്തുകൾ നൽകണമേ എന്നാണ്. നമ്മളും നമ്മുടെ സ്വഹാബത്തിന്റെ ജീവിതവും ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ അവിടെയുള്ള സ്വഹാബത്തിന് കിട്ടിയതിനേക്കാൾ അനുഭൂതികൾ, അനുഗ്രഹങ്ങൾ നേടിയവരാണ് നമ്മൾ. നമ്മുടെ വീടും അവരുടെ വീടും ഒന്ന് താരതമ്യം ചെയ്താൽ, നമ്മുടെ ഭക്ഷണവും അവരുടെ ഭക്ഷണവും ഒന്ന് താരതമ്യം ചെയ്താൽ, നമ്മുടെ വാഹനവും അവരുടെ വാഹനവും താരതമ്യം ചെയ്താൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ അനുഭൂതികൾ ഇതൊന്ന് കമ്പയർ ചെയ്താൽ ദുനിയാവിലെ ഹസനാത്തുകൾ കിട്ടിയോ ഇല്ലയോ എന്ന് പെട്ടെന്ന് ബോധ്യപ്പെടും. പിന്നെയുള്ളത് എന്താണെന്നറിയോ? പരലോകത്തെ ഹസനാത്താണ്. പരലോകത്തെ ഹസനാത്തിന് ഒന്നാമത്തെ പ്രഥമ പരിഗണന നൽകി പണിയെടുത്തവരായിരുന്നു അവർ. അവർ സമ്പത്തിന്റെ വിഷയത്തിൽ കൊടുങ്കാറ്റായി എന്ന് കേട്ടപ്പോൾ ഈ റമദാനിൽ ഒരു ഇളങ്കാറ്റാവാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ വെറുതെ സ്വഹാബത്തിന്റെ ചരിത്രം ആവർത്തിച്ച് കേട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല, ഒരു കാര്യവുമില്ല. ഖുർആനിന്റെ ആയത്തുകൾ കാതുകളിൽ നിന്ന് ഖൽബുകളിലേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കാതുകളിൽ നിന്ന് റിഫ്ലക്റ്റ് അടിക്കുന്ന ഖുർആനാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ. കാതിൽ നിന്ന് ഖൽബിലേക്ക് എന്നെത്തിയോ അന്ന് അബൂത്വലഹ ഓടിയതുപോലെ റസൂലിന്റെ അടുത്തേക്ക് നമ്മൾ ഓടുമായിരുന്നു. നബിയെ, എന്താണ് ഈ ആയത്ത്? ഇതൊക്കെ നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന സന്നദ്ധത അറിയിക്കുമായിരുന്നു. അതുപോലെ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ശരീരം കൊണ്ട് ഇറങ്ങേണ്ട ഘട്ടങ്ങളിൽ നമ്മൾ ഇറങ്ങുമായിരുന്നു. അതുപോലെ തന്നെ സമയം നൽകേണ്ട സമയത്ത് നമ്മൾ സമയം കൊടുക്കുമായിരുന്നു. മക്കളെ ഇറക്കേണ്ട സമയത്ത് മക്കളെ കൊടുക്കുമായിരുന്നു. ഇതൊന്നും ചെയ്യാതിരിക്കാനുള്ള കാരണം അവരുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുള്ളത് മാത്രമായി മാറിയെന്നാണ്. അപ്പോൾ വഫിൽ ആഖിറതി ഹസന, സ്വർഗത്തിന് വേണ്ടി നമ്മൾ തേടുമ്പോ ആ സ്വർഗത്തിന് വേണ്ടത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായി ഓർക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കണം. നമുക്ക് ഏറ്റവും വലിയ ആദി ഇന്ന് നമ്മുടെ മക്കളുടെ വിഷയത്തിലാണല്ലോ. മക്കളുടെ വിഷയത്തിൽ കുറച്ച് ബാക്കിലേക്ക് സഞ്ചരിച്ചു നോക്കിയാൽ അല്ലേ, നമുക്കൊരു കുഞ്ഞുണ്ടാകുന്ന സമയം നമ്മളൊക്കെ ആഗ്രഹിച്ചത് എന്തായിരുന്നു അല്ലേ? ഒരു ചബ്ബി ബേബി, ഒരു ഉണ്ടക്കുട്ടി. നമ്മൾ പ്രാർത്ഥിക്കാൻ അല്ലേ, നല്ല കവിളൊക്കെ തുടുത്ത, അതുപോലെ തന്നെ നല്ല കറുത്ത മുടിയുള്ള, തടിയുള്ള, കാണാൻ അഴകുള്ള, കവിൾ അങ്ങോട്ടാട്ടിയാൽ ഇങ്ങോട്ട് 2 തവണ ആടിക്കളിക്കുന്ന അങ്ങനെയുള്ള മക്കളെ തരണേ, അംഗവൈകല്യമില്ലാതിരിക്കണേ. അതുപോലെ തന്നെ പടച്ചോനെ, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ സുഖപ്രസവമാക്കണേ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. നമ്മിൽ എത്ര ആളുകൾ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്? നാദാ സജ്ജനങ്ങളിൽപ്പെട്ട സന്താനത്തെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഇനി അതിനു മുമ്പുണ്ട് കേട്ടോ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചിലത് ഒഴിവാക്കുകയാണ് അല്ലേ. കല്യാണം കഴിക്കുന്ന സമയം, കല്യാണം കഴിഞ്ഞ് റൂമിലെത്തുന്ന സമയം ആദ്യം തലയിൽ വെച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആദ്യ രാത്രി ചെയ്യേണ്ട ആദ്യത്തെ കർമ്മം
തലയിൽ കൈവച്ചോടുള്ള പ്രാർത്ഥന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. നമ്മൾ ആദ്യം അതാണോ ചെയ്തത്, വേറെന്താ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക. ആ പ്രാർത്ഥന പല ആളുകൾക്കും മിസ്സായിട്ടുണ്ട്. പടച്ചോനെ പരസ്പരം ഇണകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ച് പ്രാർത്ഥിക്കാൻ ഇവരിലുള്ള മുഴുവൻ നന്മയും നൽകണേ, ഇവരിലുള്ള എല്ലാ തിന്മയിൽ നിന്നും രക്ഷ നൽകണേ. അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ വജന്നിബി ശൈത്താന മിമ്മാ റസഖ്തനാ. ഇണകൾ പരസ്പരം ബന്ധത്തിലേർപ്പെടുമ്പോൾ അവർ പ്രാർത്ഥിക്കാൻ, പടച്ചോനെ ശൈത്വാനീയത്തിന് പൈശാചികതകളെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണേ, ആ മക്കളിൽ പൈശാചികതയെ ഒഴിവാക്കി തരണേ. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. അന്ന് വന്നു ഉണ്ടക്കുട്ടി, പിന്നെയുള്ള ഉണ്ടക്കുട്ടികൾ അവർക്ക് ബൂസ്റ്റും ഹോർലിക്സും അറേബ്യൻ വിഭവങ്ങളും എല്ലാം നൽകി മോനെ ഉമ്മ എന്ന് പറയുമ്പോഴേക്ക് എന്താ മോനെ എന്ന് പറഞ്ഞ് കൊടുത്ത് പിന്നെ നമ്മൾ കാണുന്നത് കേരളക്കരയിൽ അഫാനിമാരുടെ വിളയാട്ടമാണ്. ആ ചോറ് നൽകിയ കൈകൾക്ക് കൊത്തുന്ന, തല്ലുന്ന, വെട്ടുന്ന, അടിക്കുന്ന അഫാനുമാർ ഈ കേരളക്കരയിൽ വ്യാപിക്കാൻ കാരണം എന്താണ് കാരണം? ചോറ് കൊടുത്തപ്പോൾ ദീന് കൊടുത്തില്ല, ചോറ് കൊടുത്തപ്പോൾ ഭക്ഷണം നൽകിയപ്പോൾ സംസ്കാരം നൽകിയില്ല. ആ സംസ്കാരം നൽകേണ്ടത് അതേ ഉമ്മമാരായിരുന്നു, അതേ ഉപ്പമാരായിരുന്നു. വേണ്ട ഹോസ്റ്റൽ എടുത്തു കൊടുത്തപ്പോ, വേണ്ട ഭക്ഷണം കൊടുത്തപ്പോ, വേണ്ട അഡ്മിഷൻ അവൻ പറയുന്ന സ്ഥാപനത്തിൽ നേടിക്കൊടുത്തപ്പോ, പ്രിയപ്പെട്ടവരെ, നീ പോയി നമസ്കരിക്കേണ്ട പള്ളി അത് കാണിച്ചു കൊടുക്കാൻ മറന്നുപോയി. മോനെ ടൂറ് കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്ന് ബെഡിലേക്ക് ഇങ്ങനെ വീണപ്പോ നിന്റെ കുട്ടിനെ വിളിക്കണ്ട, വാപ്പ പറയാൻ ഓ നിസ്കരിച്ചോ ചോയ്ക്ക്. ഉമ്മ പോയിട്ട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, മോനെ ഈ ഭക്ഷണം കഴിച്ചോ എന്നാണ്. ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോ ഉമ്മാക്ക് വല്ലാത്ത സമാധാനം. ഇന്ന എന്റെ കുട്ടി ഉറങ്ങിക്കട്ടോ. 2 ഒഴിച്ചില് കുട്ടി ഉറങ്ങി. വാപ്പ ചോദിച്ചത് അപ്പോഴും ചോദിച്ചില്ല, എന്റെ കുട്ടി നിസ്കരിച്ചോ? ചോദ്യമില്ല. മകൻ മനസ്സിലാക്കി നമസ്കാരത്തേക്കാൾ പ്രാധാന്യമുള്ളത് ഭക്ഷണമാണ്. അത് കഴിച്ച ഉമ്മ ഓക്കെയാണ്, നമസ്കരിച്ചില്ലെങ്കിലും ചോദ്യമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ദീനിന് 1-ാം സ്ഥാനം കൊടുത്ത് ദീനിന്റെ പാഠങ്ങൾ നമ്മുടെ അടുക്കളയിലും നമ്മുടെ ഡൈനിങ് ഹാളിലും നമ്മൾ കൊടുക്കേണ്ടതായിരുന്നു. അവർക്ക് പുതുവസ്ത്രം എടുത്തു കൊടുക്കുന്നത് പോലെ ദീനിന്റെ പുതിയ പുതിയ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണമായിരുന്നു എന്നർത്ഥം. ഇനി എന്ത് ചെയ്യും? അവരിങ്ങനെ വളരുകയാണ്, അവർക്കൊപ്പം പരാതിയും വളരുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പരാതികളിൽ നമുക്ക് ചില പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇതിലും വലിയ ലഹരി കൂടാരത്തെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊടുത്ത്, ഖുർആൻ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ലോകത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കിയ ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ഖുർആൻ കൊണ്ട് സാധ്യമായതാണ്. നമുക്ക് അത്രയൊന്നും ലഹരി വ്യാപനം ഇന്ന് നമ്മുടെ നാട്ടിലില്ല, അത്ര വലിയ കുടിയന്മാരില്ല. അന്ന് കഞ്ചാവിന്റെ ഉപയോഗം അവർക്കറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ MDMA പരിചയമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് അവരായിരിക്കും. അങ്ങനെയുള്ള വിഭാഗത്തെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയിട്ടുണ്ട്. അത് ഖുർആൻ കൊണ്ട് സാധ്യമാണ്. ഖുർആനിലേക്കുള്ള മടക്കമാണ് ഇന്നും പരിഹാരമായി നമ്മുടെ മുമ്പിലുള്ളത്. അത് പഠിപ്പിക്കാൻ സാധിക്കണം, അത് പഠിക്കാൻ കഴിയണം എന്നർത്ഥം. അതിനുള്ള താല്പര്യം മക്കളിൽ ഉണ്ടാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. അതിന് യാ ബുനയ്യ, യാ ബുനയ്യ എന്നുള്ള വിളികൾ പരക്കെ വ്യാപിക്കണം. എടാ എടാ എടീ എന്നുള്ള അലർച്ചകൾക്കപ്പുറത്ത് മോനെ, പൊന്നുമോനെ, യാ ബുനയ്യ, ഈ വിളികൾ വിളിച്ചു നോക്കിയേ. നമ്മുടെ കുട്ടികൾ അങ്ങനെ വിളികൾ കേട്ട് നമ്മുടെ മടിത്തട്ടിൽ വന്ന് കിടക്കണം. തലയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് തലോടിക്കൊണ്ട് അവരോട് പറയാൻ കഴിയണം, മോനെ എൻ്റെ കുട്ടി അങ്ങനെ ഉണ്ടാകരുത്, അവിടെ ഉണ്ടാകരുത്, അവിടെ പോകരുത്. എൻ്റെ വാപ്പ അങ്ങനെ ആയിട്ടില്ല, എൻ്റെ ഉമ്മ അങ്ങനെ ആയിട്ടില്ല, എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും പടച്ചോനും നബിക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം എൻ്റെ കുട്ടി ചെയ്യാൻ പാടില്ല. എൻ്റെ കുട്ടി കൃത്യസമയത്ത് നിസ്കരിക്കണം കേട്ടോ. സ്നേഹലാടനകളാൽ, യാ ബുനയ്യ വിളികളാൽ നമ്മൾ കൊടുക്കുന്നത് അവരും മറക്കൂല എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ എപ്പോഴാണ് ഉപദേശിക്കാറുള്ളത്? അവർ കുരുത്തക്കേട് കാട്ടുമ്പോൾ മാത്രമാണ്, അവരിൽ കുറ്റം കാണുമ്പോൾ മാത്രമാണ്, അലർച്ചകളാണ് അവർ കേൾക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുന്ന സതുപദേശങ്ങൾ അവരുടെ കാതുകളിൽ എത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അബദ്ധങ്ങളിൽ അവരെ പഴിചാരാതിരിക്കുക. അബദ്ധങ്ങൾ അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുക. ഞാൻ 1-2 സ്ലൈഡുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പുതിയാപ്പിള, നമ്മുടെ ഭർത്താവ് വാങ്ങിയ ഒരു ജഗ്, ഒരു ഗ്ലാസ് ജഗ് അല്ലേ, ആ ഗ്ലാസ് ജഗ് എങ്ങാനും കുട്ടിന്റെ കൈ തട്ടി അറിയാതെ താഴെ വീണ് പൊട്ടി എന്ന് വിചാരിക്കുക. അതൊരുപാട് പീസുകളായി മാറിയിട്ടുണ്ടാവും. അതിലേറെ പീസ് ചിലപ്പോൾ കുട്ടിയാവും. വാപ്പ വന്നാൽ, ഉമ്മന്റെ അടി കിട്ടിയാൽ, കാരണം ദേഷ്യം കൊണ്ട് അവനെ തല്ലി തല്ലി തല്ലി, എൻ്റെ വാപ്പ ഇന്നലെ 500 രൂപക്ക് വാങ്ങിയ ജഗ്ഗായിരുന്നടാ,
നീ പൊട്ടിച്ചില്ലേ, നാശമേ, ഹലാക്കേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവനെ കുറ്റപ്പെടുത്തും, അവനെ പഴിചാരും. 500 രൂപയുടെ ജഗ്ഗിന് 5000 റുപ്യാന്റെ അടി ഓന അടിക്കും, ഇതുറപ്പാൻ. എന്നാൽ ആ ജഗ് വീണ് പൊട്ടിയത് വാപ്പാന്റെ അടുത്ത് നിന്നാണെങ്കിലോ ഉമ്മ തല്ലോ, ഉമ്മ ദേഷ്യപ്പെടുവോ, ഉമ്മ വഴക്ക് പറയോ, ഉമ്മ കണ്ണുരുട്ടോ? ഇല്ല. നോക്കി, നിങ്ങൾ പൊട്ടിച്ചില്ലേ, ആടി പൊട്ടിപ്പോയി, 2 വാക്കിൽ തീർന്നില്ലേ, അബദ്ധമാണെന്നറിയാം, അവിടെ നിർത്തി. ഇനി ഭാര്യ അടുത്തുനിന്നാണ് ആ പ്രശ്നം ഉണ്ടായതെങ്കിലോ തിരിച്ചും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു ദിവസത്തെ അധ്വാനമായിരുന്നു, പൊട്ടിയില്ലേ, എനിക്ക് ശ്രദ്ധിച്ച് നടക്കായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിർത്തൂലേ? നിർത്തും. എന്തുകൊണ്ടാണ്? മക്കളുടെ അബദ്ധങ്ങളെ അണ്ടർലൈൻ, അബദ്ധങ്ങളെ അബദ്ധങ്ങളാക്കി കാണാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? എല്ലായിടത്തും അടിക്കാൻ നിന്നപ്പോ, എല്ലായിടത്തും ദേഷ്യപ്പെടാൻ നിന്നപ്പോ ഈ വാപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും സ്നേഹമില്ല എന്ന് അവർക്ക് ഉറപ്പായപ്പോൾ സ്നേഹം തേടി പോയതാണ് അവർ തെരുവിലേക്ക്, സ്നേഹം തേടി പോയതാണ് അവർ മറ്റുള്ള ഇടങ്ങളിലേക്ക്. അങ്ങനെ പോയപ്പോ അവർക്ക് ഉമ്മ കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, അവർക്ക് ലഹരി പദാർത്ഥങ്ങളെ കിട്ടിയിട്ടുണ്ട്, അവർക്ക് സമയവും സ്നേഹം കൊടുക്കുന്ന പല കൂട്ടുകെട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ? എൻ്റെ വാപ്പത് കൊടുത്തില്ല, എൻ്റെ ഉമ്മത് കൊടുത്തില്ല, കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല. ഏറ്റവും കൂടുതൽ മക്കളെ ഉമ്മ വെക്കുന്ന സമയം എപ്പോഴറിയോ? ആ കുട്ടി കെട്ടും പൊട്ടും തിരിയാത്ത പ്രായം അല്ലേ? 1 മാസം, 2 മാസം, 3 മാസം, അപ്പോഴൊക്കെ കൊടുക്കുന്ന ഉമ്മയുടെ കണക്കുണ്ടോ അല്ലേ? എത്ര ഉമ്മയാണ് കൊടുക്കുക? ആ കുട്ടിയെ ഇടങ്ങാറാക്കുന്ന രൂപത്തിൽ കിസ് കൊടുത്ത് ശല്യം ചെയ്യാൻ നമ്മൾ മുമ്പിലുണ്ടാകും. 4 മാസം, 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, ഉമ്മന്റെ എണ്ണം ഇങ്ങനെ കുറയും. 4 വയസ്സായ കുറഞ്ഞു, 5 വയസ്സിൽ കുറഞ്ഞു, 6ലും 7ലും 8ാം ക്ലാസ്സിൽ പഠിച്ച, 9ൽ പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉമ്മ കൊടുക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? കൊടുക്കാൻ കഴിയണില്ല. അത് കിട്ടാതിരുന്നപ്പോ ഉമ്മ തേടി അവർ തെരുവിലേക്ക് പോയി, അവർ ക്ലാസ് റൂമുകളിൽ അഭയം പ്രാപിച്ചു. അതല്ലേ സംഭവിച്ചത്? പലപ്പോഴും പല അബദ്ധങ്ങളും നമ്മളിൽ നിന്ന് വന്നപ്പോ അതിന്റെ ഇരയായതും അതിനേക്കാൾ വലിയ വങ്കത്തരം കാട്ടി മെയിനായതും നമ്മുടെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ അവരെ തിരുത്താൻ കഴിയണം. നല്ല നല്ല കാര്യങ്ങളിൽ നമ്മോടൊപ്പം ഒരു ബിരിയാണിക്ക്, ഒരു കല്യാണത്തിന്, ഒരു ഞായറാഴ്ച എത്ര സന്തോഷത്തോടെയാണോ ഒരു കാറിൽ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ചെന്ന് പോയി ഇറങ്ങുന്നത്, അതേ അല്ല, അതിനേക്കാൾ പ്രാധാന്യത്തോടെ ആ കാറിൽ 5 അംഗങ്ങളുമായി ഇതുപോലെയുള്ള തസ്കിയത്ത് മീറ്റുകളിലും ഇങ്ങനെയുള്ള പഠന ക്ലാസ്സുകളിലും സന്തോഷത്തോടെ തന്നെ നടന്നെത്താനും ഓടിയെത്താനും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, റമദാൻ അതിൻ്റെ 1/3 നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. 1/3 ഭാഗം നഷ്ടമായി, 1/3 ഭാഗം നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടമായി. പ്രിയമുള്ളവരെ, ഇനിയുള്ള അവസരവും അത് കുടുംബമൊന്നിച്ച്, അത് പള്ളികളിലാണെങ്കിൽ അങ്ങനെ, ഖുർആൻ പഠനമാണെങ്കിൽ അങ്ങനെ, അത് നമ്മൾ സമ്പത്ത് സ്വതക്ക കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ. എപ്പോഴും നമ്മൾ തന്നെ ബക്കറ്റ് കിടണമെന്നില്ല, എപ്പോഴും നമ്മൾ തന്നെ കൊടുക്കണമെന്നില്ല. ആ ചെറിയ വളർന്നു വരുന്ന കുട്ടികളുടെ കയ്യിൽ 10ഉം 50ഉം 100ഉം ഒക്കെ വെച്ചു കൊടുക്കി, എന്നിട്ട് അവരെ കൊണ്ട് ഇടിപ്പിക്കും, അവർ പഠിക്കട്ടെ. ഇതാ ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ സ്വതക്ക കൊടുക്കേണ്ടതാണ്, ഇവരെയുള്ള പാവപ്പെട്ടവരെ ചേർത്തു നിർത്തേണ്ടവനാണ് എന്ന ബോധം മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിലും നമ്മൾ നടന്നു പോയ വഴിയെ അവര് വളരും എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 രൂപത്തിലുള്ള മക്കളെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിലൊന്ന് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിലാണ്. വാപ്പ പറഞ്ഞത് അപ്പോൾ അനുസരിക്കുന്ന, അതുവഴി അള്ളാഹുവിനെ അനുസരിക്കുന്ന ഇസ്മായിലുമാർ, അവരാണ് നമ്മുടെ വീട്ടിലും സമൂഹത്തിനും നാടിനും രാജ്യത്തിനും ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു മകനുണ്ട്, വാപ്പ നല്ല തന്നെയാണ്, വാപ്പ യൂണിറ്റിന്റെ ലീഡറാണ്, മുജാഹിദിന്റെ ലീഡറാണ്, നല്ല കുടുംബത്തിൽപ്പെട്ടവരാണ്. പക്ഷേ വാപ്പ വിളിച്ചു കൊടുത്ത് മകനെ കിട്ടിയിട്ടില്ല. അത് നൂഹ് നബിയുടെ മകൻ കൻആനാണ്. അത് വാപ്പയുടെ പ്രശ്നമല്ല. ചിലപ്പോൾ ഒക്കെ നമ്മൾ കൊടുക്കാത്തതോ അല്ലെങ്കിൽ വിധിയോ ആകാം. നമ്മുടെ വീടുകളിൽ വളർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അനുസരിക്കുന്ന ഇസ്മായിലുമാരാണോ, നമ്മൾ ധിക്കരിക്കുന്ന കൻആനുമാരാണോ എന്ന് കൃത്യമായി ആലോചിക്കുകയും അതിനുവേണ്ട പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്യുക. ഖുർആൻ അതിൻ്റെ പരിഹാരം നമ്മുടെ മേൽ നിർദ്ദേശിക്കുന്നുണ്ട്. അതനുസരിച്ചുകൊണ്ട് ഖുർആനിന്റെ വഴിയെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ വബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.